ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് റൂമറുകൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ജനുവരി ട്രാൻസ്ഫർ ജാലകത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വളരെ സജീവമായി കൊണ്ട് ഇടപെടുന്നുണ്ട് എന്നുള്ളതാണ്. 4 താരങ്ങൾ ക്ലബ്ബ് വിട്ട് കഴിഞ്ഞു. അടുത്ത സീസണിലേക്ക് 2 താരങ്ങളെ ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയിട്ടുണ്ട്. പക്ഷേ ഈ ജനുവരിയിൽ ഇതുവരെ ആരെയും കൊണ്ടുവരാൻ ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. മലയാളി താരമായ രാഹുൽ KP ഇപ്പോൾ ക്ലബിനോട് വിട പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുന്നേറ്റ നിരയിലേക്ക് റൈറ്റ് വിങ് ഫോർവേഡ് ആയിക്കൊണ്ട് ഒരു മികച്ച താരത്തെ ബ്ലാസ്റ്റേഴ്സിന് ആവശ്യമുണ്ട്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില റൂമറുകൾ മലയാളത്തിലെ പ്രമുഖ മാധ്യമമായ മലയാള മനോരമ പങ്കുവച്ചിട്ടുണ്ട്. അതായത് രാഹുൽ ക്ലബ്ബ് വിട്ട സ്ഥാനത്തേക്ക് പ്രധാനമായും 2 താരങ്ങളെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് പരിഗണിക്കുന്നത്. അതിൽ ഒരാൾ മുംബൈ സിറ്റിയുടെ ബിബിൻ സിംഗ് ആണ്. ഈ റൂമർ ഇന്നലെ തന്നെ പുറത്തേക്ക് വന്നിരുന്നു. മുംബൈ സിറ്റിക്ക് വേണ്ടി മികച്ച പ്രകടനം നടത്തുന്ന ഇന്ത്യൻ താരമാണ് ബിബിൻ സിംഗ്. നമുക്കറിയാം, അദ്ദേഹം ലെഫ്റ്റ് വിങ്ങിലും കളിക്കും, അതുപോലെ തന്നെ റൈറ്റ് വിങ്ങിലും അദ്ദേഹത്തെ ഉപയോഗപ്പെടുത്താം എന്നുള്ളതാണ്. ഈ സീസണിൽ 11 മത്സരങ്ങൾ കളിച്ചിട്ടും ഗോളുകളോ അസിസ്റ്റുകളോ നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. പക്ഷേ വളരെയധികം എക്സ്പീരിയൻസ് അദ്ദേഹത്തിനുണ്ട്. മുംബൈ സിറ്റിക്ക് വേണ്ടി ആകെ 131 മത്സരങ്ങൾ കളിച്ച താരം 24 ഗോളുകൾ നേടിയിട്ടുണ്ട്. ഇനി ബിബിൻ സിംഗിനെ കൂടാതെ മലയാളി താരമായ ജിതിൻ MS വേണ്ടിയും കേരള ബ്ലാസ്റ്റേഴ്സ് ശ്രമിക്കുന്നുണ്ട് എന്ന കാര്യം ഇപ്പോൾ മലയാള മനോരമ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന് വേണ്ടിയാണ് ഇപ്പോൾ ജിതിൻ MS കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സീസണിൽ മോശമല്ലാത്ത പ്രകടനം അദ്ദേഹം നടത്തുന്നുണ്ട്. 15 മത്സരങ്ങളിൽ നിന്ന് ഗോളുകൾ ഒന്നും നേടാൻ കഴിഞ്ഞിട്ടില്ല. 5 അസിസ്റ്റുകൾ സ്വന്തമാക്കാൻ ജിതിൻ MS കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന് വേണ്ടി ആകെ 51 മത്സരങ്ങൾ കളിച്ച താരം 5 ഗോളുകൾ നേടിയിട്ടുണ്ട്. നേരത്തെ കേരളത്തിലെ മറ്റൊരു ക്ലബ്ബായ ഗോകുലം FC വേണ്ടി അദ്ദേഹം കളിച്ചിട്ടുണ്ട്. അവിടെ നിന്നായിരുന്നു അദ്ദേഹം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിലേക്ക് വന്നിരുന്നത്. ഏതായാലും ഈ 2 താരങ്ങളെയുമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് പ്രധാനമായും പരിഗണിക്കുന്നത് എന്നാണ് ഇപ്പോൾ മലയാള മനോരമ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ആരെയായിരിക്കും ബ്ലാസ്റ്റേഴ്സിന് കൊണ്ടുവരാൻ സാധിക്കുക എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ്. പക്ഷേ ഈ ജനുവരിയിൽ തന്നെ സൈനിങ് നടക്കാൻ സാധ്യതയില്ല. അടുത്ത സീസണിലേക്കാണ് പ്രധാനമായും ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.